അതെ, അതൊരു കുസൃതി ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങയുടെ ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു രൂപം. ഇപ്പം നമ്മളൊക്കെ പൊതുപ്രവർത്തകർക്കൊന്നും അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിലും എന്താണ് സംവിധാനമൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ. പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ഇപ്പം അതുകൊണ്ടല്ലോ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസും ഭക്ഷണവും ഒക്കെയാണ്. അതിപ്പം സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, അങ്ങേക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് ഈ സിനിമ അല്ലാതെ അദ്ദേഹം അങ്ങയുടെ പിന്നെ സാധാരണ മറ്റ് മേഖലകളിൽ അങ്ങയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ സ്പോർട്സ് മറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങ് ചെയ്യുന്നുണ്ട്? വായന, സ്പോർട്സ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്നു. സ്പോർട്സ് എന്നുള്ളത് ഞാൻ പണ്ട് കളിക്കുമായിരുന്നു, ഷട്ടിലൊക്കെ കളിക്കാൻ പോയിരുന്നു, ബാഡ്മിൻ്റനൊക്കെ. ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വായന പഴയതുപോലെ വായിക്കാനുള്ള സമയമില്ല, എന്നാലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഫ്ലൈറ്റിലോ അല്ല കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇപ്പം പുസ്തകങ്ങൾ കൊണ്ട് നടക്കണ്ട, നമുക്ക് ഫോണിൽ കൂടെ വായിക്കാം. നമുക്ക് ഒരുപാട് ഒരു വിരൽത്തുമ്പിലായാലും എല്ലാം, അതുകൊണ്ട് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളും കൂടുതലാണ്. കുടുംബവിശേഷത്തിലേക്ക് പോകാല്ലേ? ഭാര്യ, മക്കൾ, അവരുടെയൊക്കെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം, അവരുടെയൊക്കെ സാഹചര്യം എന്താണ്? മകനും ഒരു മകളുമാണ്. മകള് പുറത്താണ്, തായ്ലൻഡിലാണ്. അവരൊരു കുറച്ചുകൂടെ സ്പോർട്സ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഒരു മോയിത്തായ് എന്നൊരു മാർഷ്യൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ ചുരുക്കം സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കാൻ പോകുന്നു. കൂടുതൽ അയാൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അയാൾ കുറച്ച് മോർ ഇൻ മ്യൂസിക്കും റൈറ്റിങ്ങിലുമാണ്. മദ്രാസ് ബേസ്ഡാണ് താമസിക്കുന്നത്. കേരളത്തിൽ വരും. കേരളത്തിൽ എറണാകുളത്താണ്. ഞാൻ ഇടയ്ക്ക് പുറത്ത് ദുബായിൽ ഞങ്ങൾ താമസിക്കാറുണ്ട്. കലയോട് നല്ല അവർ സിനിമാ അഭിനയം എന്നുള്ളതല്ലല്ലോ, അവർ കൂടുതലും ലിറ്ററേച്ചറും പോയട്രി, മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്.